എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റേജിൽ ബഹുമാനപ്പെട്ട ജലീൽ ഫൈസി, ബഹുമാനപ്പെട്ട അതുപോലെ അബ്ദുൽ മുസ്ലിയാർ, സദസ്സിൽ ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി തുടങ്ങി പണ്ഡിതന്മാരുടെ വലിയ ഒരു കൂട്ടം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും കൂടിയും പേരെടുത്ത് പറഞ്ഞാൽ ഈ സമയം വളരെ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എല്ലാവരെയും ഈ സദസ്സിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നായകൻ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അവറുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعلى آله وصحبه الفائزين برضاه. ബഹുമാനായ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവർ, സമസ്ത കേരള ജമിയത്തുലമയുടെ മുഖ്യ കാര്യദർശി ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ അവർ, മറ്റ് സമസ്ത മുഷാവറ അംഗങ്ങൾ, പണ്ഡിതന്മാർ, മുസ്ലിം സഹോദരന്മാർ, സമസ്ത കേരള ജമിയത്തുലമ ഏതാണ്ട് 80 വർഷം മുമ്പ് ഇവിടെ രൂപം കൊണ്ടു. ഈ രാജ്യത്തും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെ തനിമ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ യഥാർത്ഥ ആശയങ്ങളൊക്കെ തന്നെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പടുത്തുയർത്തിയ ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുലമ. ആദ്യത്തെ പ്രസിഡൻ്റായിക്കൊണ്ട് മഴഹു വരക്കൽ മുല്ലക്കോത്തക്കു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ആ മഹത്തായ പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് വളരെ വേരൂന്നിയ ഒരു പ്രസ്ഥാനമായി ഇന്നിവിടെ മാറിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ തന്നെ ഇവിടെ ശിരസ വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിം സഹോദരന്മാർ. ഇസ്ലാമിനെതിരെയുള്ള എന്തെങ്കിലും അപശബ്ദങ്ങളോ അതിനെതിരായ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ എവിടെയെങ്കിലും മുളച്ചു കൊണ്ടിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ഗഹനമായി പഠിച്ചുകൊണ്ട് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സ്വഭാവവും അതിൻ്റെ ബാല്യവുമാണ് സമസ്ത കേരള ജമിയത്തുലമക്കുള്ളത്. ഏതാണ്ട് 4 വർഷമായി നമ്മുടെ നാട്ടിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ത്വരീഖത്ത്, അതിൻ്റെ ത്വരീഖത്തിൻ്റെ മറവിലാണ് പ്രചരണം. ഒരു ഷെയ്ഖുമല്ല, ഒരു ഒലിയുമല്ലാത്ത ആള് ത്വരീഖത്തിന് വേണ്ടി ത്വരീഖത്ത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഗഹനമായി സമസ്ത കേരള ജമിയത്തുലമ പഠിക്കുകയും അതിൽ ഇസ്ലാമിൻ്റെ ശരീരത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും വ്യക്തമായി അറിയാൻ സാധിച്ചതിന് വേണ്ടി ആ ത്വരീഖത്ത് തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു ഷെയ്ഖ് ആവാനുള്ള യാതൊരു യോഗ്യതയും അതിനുള്ള യാതൊരു കഴിവും അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഇല്ല. യൂസുഫ് സുൽത്താൻ സ്ഥാനപ്പേരാണ്. ഈ അടുത്ത് അദ്ദേഹം വേറെ പേര് കൂടി എടുപ്പിച്ചിട്ടുണ്ട്, ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. മാർച്ച് ഏതാണ്ട് 23-24 കാണാൻ സാധിക്കും. ചക്കജീസ് എന്ന പേര് നേഴ്സിംഗ് ഹോം കോടിക്കണക്ക് രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ചക്കജീസ് നേഴ്സിംഗ് ഹോമിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഡോക്ടർ യൂസുഫ് സുൽത്താനാണ് അതിൻ്റെ ചെയർമാൻ. ഒരു ഷെയ്ഖ് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതുമല്ല, ഈ ഷെയ്ഖിൻ്റെ ഉസ്താദിൻ്റെ ഒരു ശിഷ്യനാണ് മർഹൂം ശംസുൽ ഉലമ എ.കെ. അബൂബക്കർ മുസ്ലിയാർ അവർ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഷെയ്ഖിനെ പറ്റി, അഥവാ കണ്ടിലെ ഷെയ്ഖ്, ആ ഷെയ്ഖിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ശംസുൽ ഉലമയെ സമീപിക്കുകയും കിണറ്റിൽ ഷെയ്ഖോ എന്ന് ചോദിച്ചപ്പോൾ കിണറ്റിൽ ഷെയ്ഖ അല്ല തവള ഉണ്ടാവുക, അമ്മായിൻ്റെ ഷെയ്ഖ് ഒന്ന് മഞ്ഞേരി തള്ളിക്കാണാൻ കള്ള ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ഷെയ്ഖിൻ്റെ ഉസ്താദും ഈ യൂസുഫിൻ്റെ ഉസ്താദും ഒന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഉസ്താദ് രണ്ടാൾക്കും ഒന്നാണ്. ആ ഉസ്താദ് കിതാബിൻ്റെ കാര്യങ്ങളാണ് ബഹുമാനായ ചെറുശ്ശേരി ജലീൽ മുസ്ലിയാരോട് വിശദീകരിച്ചത്. അതുപോലെ മറ്റൊരു കാര്യം, വളരെ അബദ്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മളെ മനസ്സിലാക്കേണ്ടതാണ്, പ്രസവിച്ച മാതാവിനെയും അവൻ്റെ പിതാവിനെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ യൂസുഫിനെ പിൻപറ്റിയ ആളുകൾ, ഗുരുതന്മാരെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ മാതാവും പിതാവും അവൻ പ്രസവിച്ച ഉമ്മയല്ല, അവൻ്റെ സ്വന്തം പിതാവുമല്ല.
ആ യൂസുഫിൻ്റെ അയാളുടെ കൈ തുറന്നിട്ടുണ്ടെങ്കിൽ ആ പിതാവ് എന്ന് പറയുന്നത് ആ യൂസുഫും അവൻ്റെ ഭാര്യ ഇവരുടെ ഉമ്മയുമാണ്. അത് വലിയൊരു അബദ്ധമുണ്ട്. ഈ മുരിയന്മാരാരെങ്കിലും മരിച്ചു പെൺകുട്ടികളുടെ സന്ദർഭത്തിൽ ആ പെൺകുട്ടികളെ കൈ കൊടുക്കണമെങ്കിൽ ഈ യൂസുഫ് സുൽത്താൻ കൈ കൊടുക്കേണ്ടി വരും. സ്വന്തം പിതാവിന് അധികാരമില്ല. ഇത്രയും അബദ്ധപരമായത് പല വാദങ്ങളും പൊള്ളത്തരങ്ങളുമൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഈ യൂസുഫ് സുൽത്താൻ. അതിന് വാലാട്ടികളായിക്കൊണ്ട് പണത്തിന് വേണ്ടി ചില്ലിക്കാശിന് വേണ്ടി ചില പണ്ഡിത വേഷധാരികളും പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ആളുകളെ നാം മനസ്സിലാക്കണം, അവരെ ഒറ്റപ്പെടുത്തണം. അത്തരത്തിലുള്ള ആ ദുഷിച്ച ഇസ്ലാമിക ശരീരത്തിനെതിരായിരിക്കുന്ന അതിൽ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാമിനെ തിരിച്ചു വരണമെന്നാണ് ആദ്യമായി നിങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ടതിന് പിന്നാലെ പോകരുത്, സൂക്ഷിച്ച് വേണം നാം ഓരോ കാര്യങ്ങളും എടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും. പണ്ഡിതന്മാരെന്ന് വെച്ചാൽ വിവരം ഉണ്ടായാൽ മാത്രം പോരാ. ഇബ്ലീസിന് വിവരമുണ്ടായത് നല്ല പണ്ഡിതനായിരുന്നു. ആ പാണ്ഡിത്യം എന്നാൽ അറിവ് എന്നുള്ളതല്ല, ഒഹ്റവിയായ അറിവുണ്ടാവണം. ഇൽമൻ നന്തഫഅ ബിഹി, നാഫിയായ ഇൽമാവണം. അങ്ങനെയുള്ള ആലിമീങ്ങളെ പിൻപറ്റേണ്ടതുണ്ട്. അല്ല കണ്ട അറിവുള്ളവരാണ് വിവരമുള്ളവരാണ് ധരിച്ചുകൊണ്ട് കണ്ടവരെ പിന്നാലെ പോയാൽ അത് വഴി വെച്ച് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അതിന് ഈ സന്ദർഭത്തിൽ വളർത്താനുള്ളത് ഇത്തരത്തിലുള്ള വഴിവെപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉൾക്കൊള്ളുകയോ അകപ്പെട്ടു പോവുകയോ ചെയ്യരുത്. അതിന് യഥാർത്ഥം മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നടത്താറുള്ളത്. ശരിയും തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് ശരി അംഗീകരിക്കാനും തെറ്റിനെ കഴിവിക്കാനും ഇസ്ലാമിക ചുവട് ജീവിക്കാനുമുള്ള കഴിവും മാനസികമായ അവസ്ഥയും അതിനുള്ള എല്ലാവരും തൗഫീഖും സർവശക്തനായിരിക്കും റബ്ബ് നമുക്ക് നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സാരിയായ സക്രമമായി സ്വീകരിക്കട്ടെ. ഇവിടെ പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുലമയുടെ ശക്തിയും അതിൻ്റെ പ്രവർത്തനവും വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന വാക്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار ذلك الفوز العظيم. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين. സ്റ്റേജിന്മേലുള്ളതായ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രഗത്ഭരായ അംഗങ്ങളവരുകളെ, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അവരുകളെ, സദസ്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, കാരണവന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചു കൂടലും പിരിയലും മഖ്ബൂലും മർദിയുമായിരിക്കുന്നവരമലായി സ്വീകരിക്കുമാറാവട്ടെ. സമസ്തയുടെ ദ്രോഹികളായിരിക്കുന്ന ആളുകൾക്ക് നല്ല മനസ്ഥിതിയോടുകൂടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ആവശ്യം ആലുവ യൂസുഫ് സുൽത്താൻ എന്ന മനുഷ്യൻ്റെ തെരീക്കത്തിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. അതിന് സമസ്തയിൽ നിന്ന് തീരുമാനിക്കപ്പെട്ട ആളുകളുണ്ട്. ഞാനതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് കുറച്ച് കാര്യമേ പറയുന്നുള്ളൂ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. ഈ ആയത്ത് സാധാരണ ബഹുമാനപ്പെട്ട ഉലമാക്കൾ വയലിൻ്റെയും പ്രസംഗത്തിൻ്റെയും സദസ്സിൽ ഓതുന്ന ആയത്താണ്. ഈ കൂടിയ ആളുകൾ ഉലമാക്കൾ മുതഅല്ലിമീങ്ങളാണ് കൂടുതലും. എല്ലാവർക്കും അറിയാം ഈ ആയത്തിൻ്റെ മൊത്തം ഉദ്ദേശം. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യകാലം
ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി വന്ന് പ്രവേശിച്ച മഹന്മാർ